ഇന്ത്യയിലെ പ്രധാന സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക് രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. 12 വർഷങ്ങൾക്ക് ശേഷമാണ് സരസ്വതി സമ്മാൻ മലയാളത്തിന് ലഭിക്കുന്നത്. പുരസ്കാര നേട്ടത്തിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്നും പ്രഭാവർമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജ്ഞാനപീഠം കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് കെ ബിർള ഫൗണ്ടേഷന്റെ സരസ്വതി സമ്മാൻ. ബാലാമണിയമ്മയ്ക്കും കെ അയ്യപ്പ പണിക്കർക്കും സുഗതകുമാരിക്കും ലഭിച്ച പുരസ്കാരം 12 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത്. 22 ഭാഷകളിൽ നിന്നുള്ള പുസ്തകങ്ങളോട് മത്സരിച്ചാണ് പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എനിക്ക് ലഭിച്ചു എന്ന് പറയാനല്ല എനിക്ക് താല്പര്യം. നമ്മുടെ ഭാഷയ്ക്ക്, മലയാള ഭാഷയ്ക്ക് ലഭിച്ചു, മലയാള സാഹിത്യത്തിന് ലഭിച്ചു എന്ന് പറയാനാണ് താല്പര്യം. മലയാളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം ഉണ്ടാക്കാൻ എനിക്കെൻ്റെ ജീവിതം കൊണ്ട് കഴിയുന്നു എന്നുള്ളതിലാണ് വലിയൊരു സാഫല്യ ബോധമുള്ളത്. മുൻ സുപ്രീം കോടതി ജഡ്ജി AK സിക്രി അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 15 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് സരസ്വതി സമ്മാൻ. എഴുത്തുജീവിതം 50 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് പ്രഭാവർമ്മയ്ക്ക് രാജ്യത്തെ പ്രധാന സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. പറന്നു പറന്നു പോവൊരു ചന്ദന പൊന്നിൻ തളികയ്ക്കൊപ്പം വെട്ടം കണ്ടപ്പോൾ ചിലർ അതു പതിയെ പുതുലോഹം മറ്റൊരു ലോഹത്തിലെ കുരുകിച്ചേരും പോലെ ചേർന്നു സൂര്യബിംബത്തിൽ. ഒടുവിൽ ചെങ്കുങ്കുമപ്പൊട്ടുപോൽ കടൽ തട്ടിൽ അതിസൗമ്യമായി സൂര്യൻ അസ്തമിച്ചലിഞ്ഞുപോയി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.